ഞങ്ങളൊരു കട തുറക്കുന്നുണ്ട്, സാധിക്കുമെങ്കിൽ മന്ത്രി ഒന്ന് വന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഈ അഭ്യർത്ഥന വന്നത് അങ്ങ് പാലക്കാട് കല്ലടിക്കോട്ട് നിന്നാണ്. കട തുടങ്ങിയത് ഷാബിറ, ഷമീമ എന്നീ 2 വനിതകൾ ചേർന്നാണ്. കടയുടെ പേര് ബിസ്മി. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് ആദ്യം ഇവർ കച്ചവടം തുടങ്ങിയത്. അതിൽ നിന്നുള്ള വരുമാനം മിച്ചം പിടിച്ചാണ് പാലക്കാട് കല്ലടിക്കോട്ട് ഒറ്റമുറി കട ഇവർ തുടങ്ങിയത്. ഉദ്ഘാടനത്തിന് വേണം എന്ന ചിന്തയിലായി ഇവർ. പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത് മന്ത്രി KA തുളസിയുടേതാണ്. ഈ ചെറിയ കട ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തുമോ എന്ന സംശയം പലർക്കുമുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മന്ത്രി തുളസി അവിടേക്ക് എത്തുകയായിരുന്നു. ശുഷ്കമായ സദസ്സായിരുന്നു അവിടെ. നാട മുറിച്ചുകൊണ്ട് മന്ത്രി തുളസി ഷാബിറയുടെയും ഷമീമയുടെയും ചെറിയ സംരംഭം തുറന്നു നൽകി. ലളിതമായിരുന്നുവെങ്കിലും ചടങ്ങുകൾ ഹൃദ്യമായിരുന്നു. ആദ്യ വിൽപ്പനയും മന്ത്രി തന്നെ നിർവഹിച്ചു. മന്ത്രിമന്ദിരങ്ങൾ ഇന്ന് സാധാരണക്കാർക്കും പ്രാപ്യമാണ്. അവിടെ വിലക്കുകളില്ല. കഴിഞ്ഞ 10 കൊല്ലം കൊടിവച്ച പണക്കാർക്ക് മാത്രമായിരുന്നു മന്ത്രിമന്ദിരത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത്. VD സതീശൻ സർക്കാരിലെ മന്ത്രിമാരെ വേറിട്ട് നിർത്തുന്നതും ഈ ചേർത്ത് നിർത്തുവാനുള്ള മനസ്സാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാണ് ആ ദൃശ്യങ്ങൾ. അത് കണ്ടു നോക്കാം. ആദ്യം എന്നെ വിളിച്ച് ചോദിച്ചു, ഞങ്ങളൊരു ചെറിയ കട തുടങ്ങാൻ പോവാണ്, അതിന് ഉദ്ഘാടനത്തിനെ വരുമെന്ന് ചോദിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സന്തോഷം. അത് വിജയിക്കട്ടെ, എല്ലാവിധ പ്രാർത്ഥനയും. എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ. അയ്യോ, എനിക്ക് കിട്ടിയ ഓണം കുറെ സാരി അത് അപ്പൊ എന്റെ ഫോണ് ജീപ്പേള്ള ആദ്യം വിൽക്കുന്നത് ഞങ്ങൾക്ക് ചെയ്യാം. ആണോ? അയ്യോ, അപ്പൊ ഞാന് പൈസ കൊടുത്തതിൽ വാങ്ങിക്കണ്ടേ? ഇത് ഞങ്ങൾ അവിടെ ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ എന്താണ് ഞങ്ങൾ ഒന്നുകൂടെ എടുത്തു. ശരി, ഇത് എത്രയാണ്? ആണോ? അപ്പൊ ഞാൻ വാങ്ങിയിരിക്കുന്നു. അപ്പൊ 2 പേർക്ക് എല്ലാവരും ആശംസകളും. കട വിജയിക്കട്ടെ. ഇന്ന് ഷാബിറയും ഷമീമയും സംയുക്തമായിട്ട് ഒരു പുതിയ സംരംഭം തുടങ്ങാണ്. അപ്പോ 2 സ്ത്രീകളാണ്. അവരൊരു പുതിയ ജീവിതത്തിന്റെ പുതിയ മാനങ്ങൾ തേടിയിട്ടുള്ള യാത്രയാണ്. അതിൽ പങ്കെടുക്കാൻ ഞാൻ തീർച്ചയായിട്ടും വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് കടയുടെ ഉദ്ഘാടനത്തിന് വന്നത്. 2 പേരോട് എനിക്ക് പറയാനുള്ളത്, കട തുടങ്ങാൻ ഒരുപാട് വെല്ലുവിളികൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഇനി കട നടത്തിക്കൊണ്ടുപോകാനും പലതരത്തിലുള്ള വെല്ലുവിളികൾ വരും. പക്ഷെ അതിനെയൊക്കെ ധൈര്യത്തോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി നേരിടണം. ഏറ്റവും നന്നായിട്ട് ഈ കട വിജയിക്കട്ടെ. നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്കൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഡ്രസ്സൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു.